ബി.ജെ.പി. പ്രവർത്തകനായിരുന്ന കണ്ണൂർ മുഴപ്പിലങ്ങാട് സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ CPM നേതാക്കളും പ്രവർത്തകരും അടക്കം 9 പ്രതികൾ കുറ്റക്കാരെന്നാണ് തലശ്ശേരി സെഷൻസ് കോടതിയുടെ വിധി. കേസിൽ 10ാം പ്രതിയെ വെറുതെ വിട്ടു. CPM വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന വിരോധത്തിൽ 2005 ഓഗസ്റ്റ് 7-ന് രാവിലെയാണ് സൂരജിനെ കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയ വിരോധത്തോടെ പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം മഴവും കൊടുവാളും അടക്കം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രേംരാജൻ പറഞ്ഞു. 2 മുതൽ 1ാം പ്രതി മരണപ്പെട്ടു. 2 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 143, 147, 148, 302 കൂടാതെ 120B എന്നിവയും ആംസ് ആക്ട് പ്രകാരമുള്ള കുറ്റമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ 7 മുതൽ 7, 8, 9 പ്രതികൾക്കെതിരെ ഈ കേസിൽ കൊലപാതകത്തിനുള്ള ഗൂഢാലോചന കുറ്റമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ, TP കേസ് പ്രതി TK രജീഷ് എന്നിവരടക്കമുള്ള പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടത്. കൊലപ്പെടുത്തുന്നതിന് 6 മാസം മുൻപും സൂരജിനെ CPM പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. അന്ന് കാലിന് വെട്ടേറ്റ സൂരജ് 6 മാസത്തോളം കിടപ്പിലായിരുന്നു. പിന്നീട് ഇദ്ദേഹം ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് വീണ്ടും ആക്രമിച്ചത്. കൊല്ലപ്പെടുമ്പോൾ 32 വയസ്സായിരുന്നു സൂരജിന്റെ പ്രായം. തുടക്കത്തിൽ 10 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തതെങ്കിലും TP കേസിൽ പിടിയിലായ TK രജീഷ് നടത്തിയ കുറ്റസമ്മത മൊഴി പ്രകാരം 2 പേരെ കൂടി പ്രതി ചേർത്തിരുന്നു. ഇതിലൊരാളാണ് മനോരാജ് നാരായണൻ. കേസിലെ 1ാം പ്രതി PK ഷംസുദ്ദീനും 12ാം പ്രതി TP രവീന്ദ്രനും നേരത്തെ മരിച്ചിരുന്നു. ഇതോടെ കേസിലെ പ്രതികളുടെ എണ്ണം വീണ്ടും 10ആയി. ഇതിൽ 1ാം പ്രതിയാണ് TK രജീഷ്. NV യാഗേഷ്, K ഷംജിത്ത്, നെയ്യോത്ത് സജീവൻ, പ്രഭാകരൻ, KV പത്മനാഭൻ, മനോമ്പേത്ത് രാധാകൃഷ്ണൻ, നാഗത്താൻകോട്ട പ്രകാശൻ, പുതിയപുരയിൽ പ്രദീപൻ എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ. പ്രതികൾക്കെതിരെ ഗൂഢാലോചന, കൊലപാതകം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. സി മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.